എല്ലാവർക്കും നടുവേദന, പുറം വേദന, കഴുത്ത് വേദന ഒക്കെ മാറി മാറി വരും. എത്ര മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്കത് മാറുന്നില്ലേ? എങ്കിൽ ഇത് തേയ്മാനമോ അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലമോ ഒന്നും ആകണമെന്നില്ല. ഒരു നീർക്കെട്ട് കൊണ്ടും ഈ അസുഖങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വരാം. എന്താണ് ശരിക്കും ഈ നീർക്കെട്ട്? ഇപ്പോഴത്തെ ജീവിതശൈലി കാരണം തന്നെ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ നീർക്കെട്ട് അല്ലെങ്കിൽ നീരിറക്കം എന്ന് പറയുന്ന കാര്യം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഥവാ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ കുളിയുടെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അസമയത്ത് പോയി കുളിക്കരുത്. വൈകുന്നേരം തണുപ്പ് വീണതിന് ശേഷം കുളിക്കാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഓടി വന്ന് ഫാൻ്റെ കീഴിൽ നിൽക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കാറിൻ്റെ അകത്തേക്ക് റേസി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കുറേ നേരം തലയും കെട്ടിവെച്ച് നടക്കരുത്. കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിട്ട് വീഴ്ത്തരുത്. മര്യാദക്ക് തോർത്താത്തതുകൊണ്ട് ഇതൊക്കെ നീർക്കെട്ട് കൂട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മുടെ ശരീരത്തൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തു, ജിമ്മിൽ പോയി വരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ ടെമ്പറേച്ചർ കൂടിയല്ലേ നിൽക്കുക. നേരെ വന്ന് AC ഇട്ട് കാറിൽ കയറുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ എക്സസൈസ് ചെയ്ത ഉടനെ പോയി കുളിക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് നിന്ന് വന്ന് നല്ല തണുത്ത വെള്ളം കുടിക്കുക. അതായത് രണ്ട് ടെമ്പറേച്ചറും പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ ഈ നീർക്കെട്ട് ഉണ്ടാകുമെന്നാണ് പറയണത്. നമ്മുടെ ഒരു മയോഫേഷ്യൽ ലെയർ ഉണ്ട് ബോഡിയിൽ, മസിൽസിനെയൊക്കെ കവറുന്നത്. അതിന് പെട്ടെന്ന് തന്നെ നീർക്കെട്ട് വരും. അതാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ അടുത്തായിരിക്കും അവർക്ക് വേദന തോന്നുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നല്ലേ രാസനാദിപ്പൊടി, അതല്ലെങ്കിൽ RK ചൂർണം പോലത്തെ പൊടികളെടുത്തിട്ട് നാരങ്ങ നീരിലോ കരിനച്ചി നീരിലോ ഒന്ന് കുറുക്കി വറ്റിച്ച് ചൂടാറിയതിന് ശേഷം നെറുകയിൽ തളം വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം അത് മാറ്റിയിട്ട് വെറുതെ രാസനാദിപ്പൊടി നെറുകയിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോസിൽ നീർക്കെട്ട് മാറാനായിട്ടുള്ള കുടിവെള്ളത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, നമ്മുടെ ആഹാര രീതിയിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ വേദനയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാം.